ആനക്കുളത്തേക്കാണ് ഈ യാത്ര. നേര്യമംഗലം പാലമാണിത്. മൂന്നാർ റൂട്ടിലുള്ള നേര്യമംഗലം പാലം. ഇവിടെ നിന്ന് നമ്മൾ പിന്നെയും അടിമാലിക്കുള്ള ഡയറക്ഷനിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾക്ക് ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാം. മഴ പെയ്തു തുടങ്ങിയതുകൊണ്ട് നല്ല രീതിയിൽ അവിടെ വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മലനിരകളിൽ മഞ്ഞിറങ്ങുന്നത് കാണാം. വരുന്ന നിതിനാണ്, എൻ്റെ കൂടെയുള്ള ആളാണ്. ഇതാണ് കല്ലാർ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ മാങ്കുളം അല്ലെന്നുണ്ടെങ്കിൽ ആനക്കുളം എന്ന സ്ഥലത്തേക്ക് തിരിയുന്നത്. പോകുന്ന വഴി അവിടെ നിന്ന് ഇടത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് കല്ലാർ പുഴ കാണാം. കല്ലാർ പുഴയാണ് ഇപ്പം നമ്മുടെ മുന്നിൽ കാണുന്നത്. നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഇവിടെ ഇറങ്ങിയും കുളിയുമൊക്കെ ചെയ്യാം. ഇതാണ് ആനക്കുളം എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണ് 4 മണി കഴിഞ്ഞാൽ, ഉച്ചകഴിഞ്ഞ് 4 മണി കഴിഞ്ഞാൽ ആനകൾ വെള്ളം കുടിക്കാൻ വരുമെന്ന് പറയപ്പെടുന്നത്. അവിടെ നിന്നും ഈ മൺവഴിയിലൂടെ ഒരു 500 മീറ്ററോളം മുന്നോട്ട് നീങ്ങി, 500 അല്ല 600 മീറ്ററോളം മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു സ്ഥലത്തെത്താൻ പറ്റും. ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള പേരൊന്നും പറഞ്ഞില്ല. ഇതാണ് ആ സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ നിറച്ച് പാറക്കൂട്ടങ്ങളും കാടും വെള്ളമൊഴുകുന്ന വഴികളും ഒക്കെ ഒരുപാടുണ്ട്. ഒരുപാട് വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണത്. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ കാട്ടിന് നടുവിലൂടെയാണ്. ഓഫ് റോഡ് ജീപ്പുകളും ബൈക്കുകളും എല്ലാം ഇതുവഴി പോകും. ആ മുമ്പിൽ കാണുന്ന പുഴ ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റുള്ള കാട്ടിലേക്ക് നമുക്ക് ഓഫ് റോഡ് ബൈക്കുകളിലോ ജീപ്പുകളിലോ പോകാനായിട്ട് സാധിക്കും. ഇവിടെ ഇറങ്ങി നമുക്ക് കുളിക്കാനായിട്ടും സാധിക്കും. ഈ ചുറ്റുവട്ടം കാണുന്ന അതിൻ്റെ പ്രദേശമാണ്. അതിൻ്റെ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. നമുക്കത് ക്യാമറയിൽ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതൊരു മൊബൈൽ ക്യാമറ മാത്രമാണല്ലോ. അപ്പോൾ ഇതിന് പരിമിതികളുണ്ട്. ഇതിന് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇത് അവിടുത്തെ ഒരുപാട് വെള്ളം ഒഴുകുന്ന ഒരുപാട് കൈവഴികളുണ്ട്. അതിലൊരു കൈവഴിയാണ് ഇപ്പോൾ ജസ്റ്റ് വെറുതെ കാണിച്ചിരിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് നമുക്ക് ആ വഴിയിലൂടെ, വെള്ളം ഒഴുകുന്ന വഴിയിലൂടെ മുൻപോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ ഒരു നല്ല രീതിയിലുള്ള കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ പാറക്കൂട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഒരുപാട് വിശാലമായിട്ടുള്ളൊരു പ്രദേശമാണത്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും മഴ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞും നന്നായിട്ട് ഇറങ്ങും. മഴയ്ക്ക് മുന്നേ ജംഗ്ഷനിലെത്തണം. അവിടെയും കയറി നിൽക്കാൻ ഇടയില്ലാത്തത് കൊണ്ട് തിരിച്ച് ഞങ്ങൾ ഇറങ്ങി. തിരിച്ചു പോരുന്ന വഴിയും മനോഹരമാണ്. 2 വശത്തും നല്ല മനോഹരമായ കാഴ്ചകളുണ്ട്. ഒരു വശത്തൂടെ പുഴയുണ്ട്. ഇതാണ് ആനക്കുളം എന്ന് പറയുന്ന ജംഗ്ഷൻ. ഇവിടെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ച് ഞങ്ങൾ മഴ തോരുന്നില്ല എന്ന് കണ്ട് വീണ്ടും ഇറങ്ങി. മഴയത്ത് തന്നെ നനഞ്ഞുകൊണ്ട് ഇറങ്ങി. ഇത് നമ്മുടെ പഴയ ആലുവ MC റോഡാണ്. മൂന്നാർ MC റോഡാണ്. മൊത്തം മഞ്ഞ് കയറി കിടക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എന്തായാലും മറക്കാൻ പറ്റാത്ത നല്ലൊരു യാത്രയാണ് മാങ്കുളം ആനക്കുളം എന്ന സ്ഥലത്തേക്കുള്ളത്.